ഹലോ വെൽക്കം ബാക്ക് ടു മല്ലുബസ് അഗെയിൻ. മല്ലുബസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ യുവനടന്മാരെന്ന് വേണം എപ്പോഴും പറയാവുന്ന നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെയും കുഞ്ചാക്കോവിൻ്റെയും ആ ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അവരുടെ വീടിനകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കിതുവരെയായിട്ട് അറിയത്തില്ല. കാരണം നമുക്ക് വീടിനകത്ത് കയറാൻ പറ്റത്തില്ല, അറിയാമല്ലോ, നമ്മളൊക്കെ ഔട്ട് സൈഡേഴ്സാണ്. എങ്കിലും അവരുടെ ആ ഒരു വീട് എവിടെയാണ് നിൽക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ ആ കാണുന്നതിൻ്റെ ആ ഒരു GPS ലൊക്കേഷനും ഞാനിവിടെ ഇട്ടേക്കാം. ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. എൻ്റെ പുറകെ കാണുന്നത് ആലപ്പുഴ ബൈപ്പാസാണത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് പണി ഇപ്പോൾ തീരാറായത്. ഈ ഒരു കുറച്ച് ഭാഗത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇനി കംപ്ലീറ്റ് ആകാൻ. റോഡൊക്കെ കംപ്ലീറ്റ് ആണ്, ആ കൈവേരിയുടെ അവിടെ മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഫുൾ അങ്ങ് വരെ ടാർ ഇട്ടേക്കുവാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങ് അറ്റത്ത് നിന്ന് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ വണ്ടിക്കാരും ഇങ്ങോട്ട് ഓടിക്കയറുന്നത് കൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുവഴിയൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുള്ളതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്കൊന്ന് വണ്ടി ഓടിച്ച് ഇതുവഴിയൊക്കെ ഒന്ന് നമുക്കൊന്ന് പോകണം. അത് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇടുന്നതാണ്. ഞാൻ നേരത്തെ പോയ ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഞാൻ അത് യൂട്യൂബ് ചാനൽ ഇടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേണ്ടല്ലോ, ഉദ്ഘാടനത്തിന് ശേഷം നമുക്കിടാം. ഓക്കെ, അപ്പം ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പോകാം ഫഹദ് ഫാസിലിൻ്റെയും കുഞ്ചാക്കോബിൻ്റെയും വീട്ടിലേക്ക്. ഒരു കൊച്ചു ഷോ നമുക്ക് നിർത്താം. ഓക്കെ, സോ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൻ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനടി നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. സോ നമുക്ക് യാത്ര തുടരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴയുടെ ഒരു ഹൃദയഭാഗത്തിലാണ്. നമുക്കതേ പുറകോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു വാട്ടർ വേ ഒക്കെ കാണാം. ഇവിടെയൊക്കെ എന്തോരം വിനോദസഞ്ചാരികൾ ബോട്ടൊക്കെ ഓടിച്ചതുവഴി നമ്മുടെ ആലപ്പുഴയുടെ ഭംഗി കണ്ടുപോയതാണ്. ഇപ്പോൾ അതേ തരിശായിട്ട് കിടക്കുന്നു. പക്ഷേ വികസനമൊക്കെ വരും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നതിനാ ഫഹദ് ഫാസിലിൻ്റെ വീട് കാണാൻ, ഫഹദ്ക്കയുടെ വീട് കാണാൻ. ആ വീട് ഇതേ എൻ്റെ പുറകെ കണ്ടല്ലോ. ഈ പുറകെ കാണുന്ന ഈ വീടാണ് ഫഹദ് ഫാസിൽ ജനിച്ച് വളർന്ന ആ ഒരു വീട്. നമുക്ക് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അബാബിൽ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു കടയാണോ അതോ അത് പ്രൊഡക്ഷൻ സെൻ്ററാണോ ഔട്ട്ലെറ്റ് ആണോ നമുക്ക് മനസ്സിലാകുന്നില്ല. ഏകദേശം നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ്. ആ നേരെ കാണുന്നതെന്ന് പറയുന്നത് ഒരു 200 മീറ്റർ അങ്ങോട്ട് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ ആണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വീട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വീടിൻ്റെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ചിത്രീകരിക്കാനൊക്കത്തില്ല. കാരണം വലിയൊരു വീടാണ്, നമുക്ക് അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പറ്റുന്നത്ര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വീട്. ഓക്കെ, ഇതിച്ചിരി സെൽഫി സ്റ്റിക്കിന് നീളമുള്ളതുകൊണ്ട് ഇച്ചിരി പൊക്കി കാണിക്കാൻ പറ്റി. എത്രത്തോളം കിട്ടിക്കാണോ നമുക്ക് അത്ര പറയാനൊക്കത്തില്ല. പക്ഷേ ഇതിക്കുള്ളും നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വലിയൊരു വീടാണ്. നമുക്ക് അങ്ങനെ കയറി ഫോട്ടോസ് എടുക്കാൻ, വീടുകളുടെ ഫോട്ടോസ് എടുക്കരുതെന്നാണ്. മനുഷ്യരുടെ ഫോട്ടോസ് എടുക്കുന്നത് ഒരു ഇല്ലീഗൽ എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ വീടുകളുടെ ഫോട്ടോ എടുക്കില്ല എന്നാണ് പറയുന്നത്, അവരുടെ പെർമിഷൻ ഇല്ലാതെ. അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ വീട്. അദ്ദേഹം ഓടി കളിച്ച് വളർന്ന ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം വളർന്ന വീട് തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം, ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞത് അവർ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഇവിടെയൊക്കെ അദ്ദേഹം ഒരുപാട് നീന്തി കളിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ. വീട് തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ലത്, കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു ചെറിയ തോടും തമ്മിൽ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ചിലപ്പോൾ നീന്തി കളിച്ചിട്ടൊക്കെ ഉണ്ടാവാം. എന്തായാലും ഈ വാതിക്കൽ കൂടെയൊക്കെ അദ്ദേഹം നടന്നിട്ടുണ്ടാവും. നമ്മുടെ നസ്രിയ ചിലപ്പോൾ കെട്ടിച്ചുകൊണ്ട് വന്നതും ചിലപ്പം ഇവിടോട്ടായിരിക്കും, നമ്മുടെ നസ്രിയയൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ വീട്. ഇത് ആലപ്പുഴയുടെ സെൻറ്ററിൽ തന്നെ. GPS ലൊക്കേഷൻ ഞാൻ എന്താണെങ്കിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കുഞ്ചാക്കോബിൻ്റെ വീട്. അത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് പറയുന്നത്, വളരെ അടുത്ത് തന്നെയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ ഇല്ലെന്നാണ് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് ഇവിടെ സീമാസ് ലൈൻ എന്നൊക്കെ ഇത് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ സീമ എന്ന് നമ്മുടെ പഴയ സിനിമ നടിയുടെ സീമയുടെ വെച്ചിട്ടാണോ ഈ ഒരു ലൈൻ പേരിങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കൊച്ചു ലൈൻ പോലാണ് ഉള്ളിലോട്ട്. എന്തായാലും കൊള്ളാം, ഒരുപാട് മരങ്ങളൊക്കെ ഇഷ്ടം പോലെ വെച്ചുപിടിപ്പിക്കുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചെടുക്കുക.
ഓക്കെ, നമുക്കിനി കുഞ്ചാക്കോബിൻ്റെ ആ ഒരു വീട്ടിലേക്ക് നമുക്ക് കാർ ഓടിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാക്കോച്ചൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതേ എൻ്റെ പുറകെ കാണുന്ന ആ ഒരു വീടാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ ആ ഒരു വീട്. ഇതേ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അടുത്തോട്ടൊന്ന് ചെല്ലുവാണ്. നമുക്ക് ഇത്രയൊക്കെ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. വീടിന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും നമുക്ക് വീടൊന്ന് കാണാം. ഇതിൽ കൂടുതൽ നമുക്ക് വീടൊന്നും കാണാനൊക്കത്തില്ല. ഇതാണ് ചാക്കോച്ചൻ്റെ ആ ഒരു ജനിച്ച് വളർന്ന ആ ഒരു വീട്. ഇവിടെ എന്നെ വന്നപ്പം വലിയൊരു അത്ഭുതം എന്നെ ഇവിടെ പെടുത്തിയൊരു കാര്യമുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഈ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ്. ഏകദേശം ഇത് NH47 എന്ന് പറയുന്ന ആ ഒരു റോഡ്, അതായത് നമുക്കറിയാം നമ്മുടെ നാഷണൽ ഹൈവേ തിരുവനന്തപുരം എറണാകുളം കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ് ഇത്. എൻ്റെ മുമ്പിൽ കാണുന്ന ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നത്, നേരെയല്ല ഇടത്തോട്ടും വലത്തോട്ടും. അപ്പം ആലപ്പുഴ വരുന്ന ആൾക്കാർക്കറിയാം പല റോഡുണ്ട് നമുക്ക് NH കണക്ട് ചെയ്യാം. എല്ലാം ഏകദേശം NH പോലൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്കിലും ഇതിനെ നമുക്ക് NH ആയിട്ട് കൂട്ടാം. ഒരുപാട് പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ പോകുന്നുണ്ട്. ഇവിടെയായിട്ടൊരു പള്ളി നമുക്ക് കാണാം. പള്ളിയോട് ചേർന്ന് മുമ്പോട്ട് പോകുമ്പം ഒരു കോളേജ് നമുക്കവിടെ കാണാൻ പറ്റും. സെൻറ്റ് ജോസഫ് കോളേജ് ഫോർ വുമൺസ് എന്ന് പറയുന്ന ഈ ഒരു കോളേജ്. ഈ കോളേജ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതിൻ്റെ ഒരു കാരണോടെ ഞാൻ പറയാം. എൻ്റെയൊക്കെ ആ ഒരു ചെറുപ്രായത്തിൽ നമ്മുടെ ചേച്ചിമാരും അവരൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു സെൻറ്റ് ജോസഫ് കോളേജ് ഫോർ വുമൺ ആലപ്പുഴ വന്ന് പഠിക്കാൻ. ഇതിന് ഗുഡ് എൻഡ്സ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കോളേജിന് തൊട്ടടുത്തായിട്ടാണ്. ഏകദേശം 20 സെക്കൻഡ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ചാക്കോച്ചൻ്റെ ആ ഒരു വീട്ടിലേക്ക്. മനസ്സിലായോ? സോ എങ്ങാണം ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും പല ആൾക്കാർ ഇവിടെ നിന്ന് പഠിച്ചേക്കുന്നത്. എങ്ങാണം ഒന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാലോ. അപ്പം അതിൻ്റെ വേണ്ടി ഒത്തിരി പേര് തന്നെ ഇവിടെ ഒന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കോളേജിൽ പിന്നെ ഒരുപാട് പേര് ഒന്നും ചേർന്നതിൻ്റെ ഒരു വലിയൊരു കാരണവും അതൊക്കെ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഒരു കാണാനുള്ളത്. ഇനി ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് പോകുമ്പോൾ വേണേ, ഇവിടെ പണ്ടത്തെ ആ ഒരു നവോദയ സ്റ്റുഡിയോ ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പോയെന്നാണ് അറിയുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോകണം. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പോയി നമുക്ക് നോക്കിയിട്ട് തിരിച്ച് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദേശീയപാതയാണ്. ഇത് NH47 ആണ് ഈ കാണുന്നത്. ഇത് അങ്ങോട്ട് NH47 ആണ് നമ്മുടെ ഇതിങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ആലപ്പുഴ, തിരുവനന്തപുരത്തേക്കുള്ള NH ദേശീയപാതയിലാണ്. നല്ല തിരക്കുള്ള പാത. ഇതിപ്പോൾ ഞാൻ എത്തിയേക്കുന്നത് ഉദയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ്, അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ്. ആ ഫിലിം സ്റ്റുഡിയോയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഫിലിം സ്റ്റുഡിയോ അതെ എൻ്റെ പുറകെ കാണുന്നത്. എന്തേ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ നോക്ക്. അവിടെ ഒന്നുമില്ല. ഏകദേശം എന്താ പറയുക, ഒരു മതിൽ മാത്രം കെട്ടിക്കൊണ്ട്. കാരണം ഈ സ്റ്റുഡിയോ പൊളിച്ചു കളഞ്ഞു. എൻ്റെ വണ്ടിയുടെ ഡോർ ഈ സ്റ്റുഡിയോ ഇവിടുന്ന് അവർ പൊളിച്ചു കളഞ്ഞു. ഇപ്പം വെറും തരിശു ഭൂമിയായിട്ട് മാത്രം ഇവിടെ കിട്ടി. നമുക്ക് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഇമേജ് കാണും. ഈ കാണുന്ന ഇമേജ് ആയിരുന്നു യഥാർത്ഥ ആ ഒരു സ്റ്റുഡിയോയുടെ എൻട്രൻസ്. ആ എൻട്രൻസ് ഇപ്പോൾ ഇതേ നിൽക്കുന്ന കണ്ടില്ലേ, ഇതേ ഇങ്ങനെ. നമ്മൾ അതിൽ നിന്നുള്ളിലേക്ക് ഏകദേശം കയറുകയാണ്. ഇത് വെറും തരിശു ഭൂമി പോലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇത് നമുക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തരിശു ഭൂമി. കാരണം ഇത് പൊളിച്ച് മൊത്തത്തിൽ കളഞ്ഞു അവർ. ഇതേ ഈ മുമ്പിൽ കാണുന്നതായിരുന്നു ആ ഒരു എൻട്രൻസ്. ആ ഒരു സ്റ്റുഡിയോയുടെ ഒരു എൻട്രൻസ് ഇതായിരുന്നു. നമുക്കവിടെ 2-3-4 പില്ലറൊക്കെ വെച്ചേക്കുന്ന കാണാം. ഈ പില്ലർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എൻട്രൻസിൻ്റെ ആ ഒരു പില്ലറായിരുന്നു. ആ ഒരു പില്ലറ് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം പൊളിച്ചു കളഞ്ഞു. നിങ്ങളിപ്പം ഒരു ഫോട്ടോയുടെ ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കാം. നമ്മുടെ പഴയ ആ ഒരു നവോദയ സ്റ്റുഡിയോയുടെ ആ ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഒരു പഴയ നവോദയ സ്റ്റുഡിയോയുടെ ആ ഒരു ഫോട്ടോയാണ്. ഇപ്പോഴത്തെ ആ ഒരു നവോദയ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലം കണ്ടോ? സങ്കടം തോന്നുന്നല്ലേ? കാരണം ഇപ്പോൾ ഏതൊരു കെട്ടിടമാണെങ്കിലും അത് പൊളിഞ്ഞു വീഴുമ്പോൾ അവിടെ തരിശായിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര സങ്കടം തോന്നുന്നല്ലേ? പിന്നെന്താണ് പറയുന്നത്, ഈ വലതുവശത്ത് കാണുന്ന ഇതൊരു വലിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഞാൻ ആ പേര് ഞാൻ താഴെ കൊടുക്കാം. എന്താണ് ആ ഹോട്ടലിൻ്റെ പേര്? കാമറോണോ കാപ്രിക്കോ അങ്ങനെയാണ്ട് പറഞ്ഞ എന്തൊരു ഹോട്ടലാണ്. എനിക്ക് അത്രയും ഓർമ്മ കിട്ടുന്നില്ല. ഇതേ ഈ നിന്നിടത്തല്ല സ്റ്റുഡിയോയുടെ ആ ഒരു
ഫൗണ്ടേഷനും ഏരിയ ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് എൻട്രൻസ് ആയിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതാണ് സ്റ്റുഡിയോയിലോട്ട് കയറേണ്ട ആ ഒരു എൻട്രൻസ് ഈ ഭാഗമായിരുന്നു. ഈ താഴെ കിടക്കുന്ന എല്ലാവരും ഇപ്പം JCBയിൽ മൊത്തം മണ്ണുകൊണ്ടൊക്കെ നികത്തിയല്ല കോരി എടുത്തേക്കുമാണ്. ഇത് ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ നമുക്ക് തറയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കൊച്ചു തൂണിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരു കൊച്ചു തൂണിൻ്റെ അവശിഷ്ടമൊക്കെ നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അവിടെ എങ്ങാണ്ട് ഒരു കൊച്ചൊരു പില്ലർ പോലെ ഈ നടുക്ക് കാണുന്നുണ്ടോ, അതൊരു കൊച്ചു പില്ലറാണ്. ഇവിടെയൊക്കെ നല്ല പൂഴിയാണ്, കാരണം മണ്ണ് കാലൊക്കെ പൊതയുന്നു, കാരണം നല്ല പൂഴി മണ്ണാണ് ഇത് താറ കിടക്കുന്നുണ്ട്. നമുക്ക് ആ പില്ലർ ഒന്നുകൂടെ കാണിക്കാം. എന്തേ ആ കാണുന്ന പില്ലറാണ്. പിന്നെ എന്തുണ്ട് ഇതിനകത്ത് അവശേഷിക്കുന്ന കുറേ പാറകളും മറ്റും. നസീർ കോട്ട ഇവിടെയായിരുന്നല്ലേ? ഈ കാണുന്നത് ഈ മരത്തിന്റെ അപ്പുറത്ത് നസീർ കോട്ട. ഇപ്പുറത്തെ കുളമൊക്കെ ഇപ്പൊ മൂടിയല്ലേ? പിന്നെ ആ മറ്റേത് എവിടെ ആയിരുന്നു? അത് അവിടെ മറ്റേ ഫ്ലോറല്ലേ? അതിന് ഫ്ലോറിന്റെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടോ? പൊളിച്ചളഞ്ഞല്ലേ? ഇത് മറ്റേ ആ ഒരു ഇവിടെ ഒരു സ്തൂപം കണ്ടില്ലായിരുന്നോ പണ്ട് വന്നപ്പോ? മാതാവിന്റെ സ്തൂപം അത് അവിടെ ആയിരുന്നോ? തൊട്ട അവിടെ ആയിരുന്നു ആ സ്തൂപം അല്ലേ? ഓക്കെ ഓക്കെ. അത് പൊളിച്ചു. റാംജി റാവു സ്ട്രീറ്റിനകത്ത് പിന്നെ സായിക്കുമാർ വന്ന് എൻ്റെ മാതാവേ വിളിക്കുന്ന സ്തൂപമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്തൂപം ഉണ്ട്, അത് കൊണ്ടുപോയി. മാതാവിനെ കൊണ്ടുപോയി അല്ലേ? ഇതെല്ലാം പൊളിച്ചിട്ടേക്കോ. ഇതൊന്നും ഒരു കുഴിയൊക്കെ ടാങ്ക്. ഈ സേഫ്റ്റി ആയിരിക്കും അല്ലേ? സേഫ്റ്റി ടാങ്ക്. ഇത് മറ്റേ സിനിമ തിയേറ്ററിൻ്റെ മറ്റേ ഫ്ലോർ ആയിരുന്നല്ലേ? അവിടെ ആയിരുന്നു സിനിമ ഓടിച്ചോണ്ടിരുന്നത്. തിയേറ്റർ ആയിരുന്നല്ലേ? ഇപ്പൊ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അവിടെ ഇട്ട് ഓടിക്കും. ഇവിടെ വെച്ചായിരുന്നല്ലേ? വലിയ പ്രൊജക്ടർ അല്ലേ? സെറ്റിന് വേണ്ടി പാട്ടുണ്ടല്ലോ. ആ പാട്ട് വിളക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് കഷ്ടമല്ലേ പൊളിച്ചളഞ്ഞൊക്കെ കാണാൻ. ഇതൊക്കെ പിന്നെ കുറെ കുപ്പികളൊക്കെ അതൊക്കെ എവിടെ ചെന്നാലും കാണുമല്ലോ. പിന്നെ മറ്റേ എവിടെ ആയിരുന്നു പറഞ്ഞു? ഫ്ലോർ ആയിരുന്നു. ഇവിടുന്ന് തൊട്ട് അവിടം വരെ ഉണ്ടായിരുന്നു ഫ്ലോർ. ഇതിനകത്തായിരുന്നു പണ്ട് സെറ്റ് ഇട്ട് ഇടി കണ്ട് സീന് പാട്ട് സീന് സെറ്റ് ഇട്ട് എടുക്കുന്ന ഇതൊക്കെ ഇല്ല. മൊത്തം കാലയിലൊക്കെ എന്തൊക്കെയോ വല്ല ഞേറി. കാലേ മൊത്തം എന്തേ മുള്ളു കയറിയെന്ന് തോന്നുന്നു. മുള്ളു പോലെ ഏതാണ്ടൊക്കെ കയറിയിരിക്കുന്നു. ഇനി അത് പറിച്ചു കളയണ ഒരു സമയം. ഈ സെറ്റൊക്കെ പൊളിച്ചു കളഞ്ഞല്ലേ? ഇവിടെ മറ്റേ ഗ്രീനൊക്കെ ഇട്ട് പച്ചയൊക്കെ ഇട്ട് എടുക്കുമായിരുന്നു. അതിനകത്ത് അത് സെറ്റ് ഇട്ട് സ്റ്റണ്ട് വലിയ ഇടിയൊക്കെ എടുക്കത്തില്ലേ? അതൊക്കെ ഒരുപാട് പാട്ടൊക്കെ ഇതിനകത്ത് എടുത്തുള്ളത്. ദിലീപിന്റെ കലാഭവൻ ആണല്ലേ? ഒത്തിരി പടമുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് പക്ഷെ ഫുൾ അവർ മേടിച്ചെടുത്തല്ലേ? ഒരു തരിശു ഭൂമി പോലും ഇല്ലാതെ അവശേഷിച്ച് ഇത് എങ്ങനെ കിടക്കുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ഫ്രണ്ടിലൊരു ടൈൽസിൻ്റെ ഒരു കമ്പനി ഉണ്ട്. അവരാന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് മേടിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് പോയപ്പോൾ അവർ അറിഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ ഇത് തിരിച്ച് മേടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണേലും എനിക്ക് അത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഞാൻ നേരെ ഇന്ന് കുട്ടനാടോട് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സമയം ഏകദേശം 5:30 ഇനി ഞാൻ അവിടെ ഓടിച്ചെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ ഡേ വിഷ്വൽസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് മീ ഷിരിൻ തങ്കച്ചൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.